ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ പിന്തുണച്ചു നിന്ന തുർക്കിയോട് അനിഷ്ടം പലവിധത്തിൽ പ്രകടമാക്കിയെങ്കിലും വ്യാപാര ബന്ധം ഇന്ത്യ അവസാനിപ്പിക്കില്ല. തുർക്കിക്കെതിരായ വ്യാപാര നടപടി പരസ്പര വ്യാപാരത്തിൽ 23,000 കോടി രൂപയുടെ വ്യാപാര നഷ്ടമുണ്ടാക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇത് നഷ്ടപ്പെടുത്തുന്നത് രാജ്യത്തെ വ്യാപാരികളുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാരെന്ന് റിപ്പോർട്ടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്നായ MSC ഐറീന വിഴിഞ്ഞം തുറമുഖത്ത്. ദക്ഷിണേഷ്യൻ തുറമുഖങ്ങളിൽ എത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പലാണ് ഇത്. അൾട്രാ ലാർജ് വെസലുകൾ കൈകാര്യം ചെയ്യുന്നതിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ശേഷി പ്രകടമാക്കുന്നതാണ് അതിഭീമന്റെ വരവ്. വ്യാപാര ചുങ്കപ്പോര് തുടരുന്നത് ചൈനയെ എങ്ങനെ ബാധിച്ചു? അമേരിക്കയിലേക്കുള്ള കയറ്റുമതി 10% ഇടിഞ്ഞു. അതേസമയം ഒരു വർഷം മുമ്പത്തെ കണക്കുകളുമായി തട്ടിച്ചു നോക്കിയാൽ ചൈനയുടെ ആകെ കയറ്റുമതി 4.8% വർദ്ധിച്ചു. ഇത് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണെന്ന് മാത്രം. ഇറക്കുമതിയിൽ 3.4% കുറവ്. ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് അടുത്ത ഒരു വർഷത്തിനകം ഇന്ത്യയിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം നൽകി തുടങ്ങിയേക്കും. പരിധിയില്ലാത്ത ഡാറ്റയ്ക്ക് പ്രതിമാസം 3,000 രൂപ. റിസീവർ കിറ്റിന് ഒറ്റത്തവണ ഫീസ് 33,000 രൂപയായിരിക്കുമെന്നും റിപ്പോർട്ട്. കേരള തീരത്തിനടുത്ത് വീണ്ടും കപ്പലപകടം. കൊളംബോവിൽ നിന്ന് കണ്ടെയ്നറുകളുമായി മുംബൈയിലേക്ക് പുറപ്പെട്ട ഫീഡർ കപ്പൽ MV വാൻഹായ് 503 ആണ് ബേപ്പൂരിൽ നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെട്ടത്. ഒന്നിലധികം പൊട്ടിത്തെറികൾ ഉണ്ടായി. നിരവധി കണ്ടെയ്നറുകൾ കടലിൽ വീണു. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.